1000 കൊല്ലം കഴിഞ്ഞാൽ പടിഞ്ഞാറു ഭാഗത്ത് നിന്ന് അതിഭയങ്കരമായ ഒരു തീ പൊങ്ങുന്നു. ഒരൊറ്റ സൈറൻ മുഴങ്ങുന്നു. ആ സൈറൻ മുഴങ്ങുമ്പോൾ ആളുകളൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റ് ആ തീയിനെ ഫോളോ ചെയ്ത് ഓടുകയാ. എങ്ങോട്ടാണ് ഓടുന്നത് മക്കളെ? സാഹിറ എന്ന ഭൂമിയിലേക്കാ. അതെവിടെയാ? അത് പലസ്തീനിലാ. അവിടത്തേക്ക് ഓടുകയാ. പലരുടെയും തല മാറിയിട്ടുണ്ട്, രൂപം മാറിയിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരറിയണം, അതേ വലത്തെ താഴെ ചുണ്ട് വികസിച്ചിട്ട് പൊക്കിള് വരെ തൂങ്ങിയവരുണ്ട്. മേലെ ചുണ്ട് വിശാലമായിട്ട് മൂർധാവ് വരെ വളഞ്ഞു നിൽക്കുന്നവരുണ്ട്. ഇസ്രാഫീൽ എന്ന മലക്കുന്ന് സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് അനൗൺസ്മെന്റ് ചെയ്താൽ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് മുൻപിലുള്ള പാറപ്പുറത്ത് നിന്ന് ഹബീബായ തങ്ങളെ പിറകിൽ വെച്ച് ഇസ്രാഫീൽ എന്ന മലക്ക് വിളിച്ചു പറയുമ്പോൾ യാ അയ്യത്തുൽ ഇളാമുൽ ബാലിയ واللحوم المتمزقة والشعور المتفرقة اجمعوا لفصل القضاء നുരമ്പിപ്പോയ എല്ലുകളെ, ജീർണിച്ച് മണ്ണോട് ലയിച്ചു പോയ ശരീരങ്ങളെ, വിട്ടിവിരിഞ്ഞു പോയ രോമങ്ങളെ, ഇജ്മഊലി ഫസിലിൽ ഖളാ, റബ്ബിന്റെ ദർബാറിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടുക. ഇതാണല്ലോ ഇസ്രാഫീൽ എന്ന മലക്കിന്റെ രണ്ടാമത്തെ അനൗൺസ്മെന്റ്. ഈ അനൗൺസ്മെന്റ് കേൾക്കലോടുകൂടി അല്ലാ അല്ലാ ഈ ഭൂമി പൊട്ടിക്കീറുകയാ. 40 ദിവസം തുടർച്ചയായി പെയ്തിരുന്ന മഴ, അതേ മൗൽ ഹയാത്ത് എന്ന വെള്ളം വർഷിച്ചിരുന്ന ഭൂമി 6 മുഴം മേൽപോട്ട് വെള്ളം ഉയർന്ന് 6 മുഴം താഴോട്ടും വെള്ളം ഉയർന്ന് ഈ കുതിർന്ന ഭൂമിയല്ലേ, ആ കുതിർന്ന ഭൂമി ഇതാ പൊട്ടിപ്പിളരുകയാ. إذا السماء انشقت وإذا الأرض مدت وألقت ما فيها وتخلت. ഈ ഭൂമി പൊട്ടിപ്പിളർന്ന് പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പാവക്ക കുരുമുളക്കുന്നത് പോലെ, പയറിൻ കുരുമുളക്കുന്നത് പോലെ, കാരക്ക കുരുമുളക്കുന്നത് പോലെ, ഈ എവിടെയെല്ലാം മനുഷ്യന്റെ ഏതെല്ലാം ജീവികളുടെ ഡെഡ് ബോഡികൾ ഉണ്ടായിരുന്നുവോ, ആ ഡെഡ് ബോഡികൾ അടക്കം ചെയ്യപ്പെട്ട ശവക്കല്ലറകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, ചൊടലകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന്, പള്ളിപ്പുരയിടങ്ങളിൽ നിന്ന് കബർ പൊട്ടിയിട്ട് മനുഷ്യൻ പുറത്തു വന്നാൽ, മുളച്ചു വന്നാൽ, നിങ്ങൾ കണ്ടില്ലേ ഒരു കാരക്കുരു നമുക്ക് പൊട്ടിക്കാൻ കഴിയുമോ? അതേ കടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? അടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ? അതേ സമയത്ത് മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് പൊട്ടിപ്പിളർന്ന് മുള വരുന്നത് പോലെ മനുഷ്യന്മാര്, മറ്റ് ജീവികള് ഈ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നാൽ, അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് മക്കളെ. അത് സംഭവിക്കാനുണ്ട് മക്കളെ.
അത് കേവലം ചിത്രീകരണമല്ല, ഐതിഹ്യമല്ല, അന്ധവിശ്വാസമല്ല. എല്ലാം മുളച്ചു വരും. മനുഷ്യന്മാര് മുളച്ചു വരും, സർവജീവികളും മുളച്ചു വരും. അല്ലാ അല്ലാ, എങ്ങനെയാണ് മുളച്ചു വരുന്നത്? നമ്മൾ എത്ര ആളുകളെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കബർ കുഴിച്ച് മറവ് ചെയ്തിട്ടുണ്ട്. ആ മറവ് ചെയ്തവരൊക്കെ പലരും മണ്ണായി പോയില്ലയോ? എല്ലുകൾ നുരുമ്പിപ്പോയില്ലയോ? ഇന്നവർക്കൊരു തിരക്കുമില്ല, ബിസിയില്ല, ഒരു ജോലിയുമില്ല. അവര് കാത്തു കിടക്കുകയാ. എപ്പോഴാണ് ഖിയാമത്ത് നാള്? എപ്പോഴാണ് ഇസ്രാഫീൽ ഒന്ന് ഊതുക? എപ്പോഴാണ് അവരൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നില്ലേ? നമ്മുടെ ഉപ്പുപ്പമാര് കാത്തിരിക്കുന്നില്ലേ? നമ്മുടെ ഉമ്മുമ്മമാര് കാത്തിരിക്കുന്നില്ലേ? പലരും കാത്തിരിക്കുന്നില്ലേ? നൂറ്റാണ്ടുകളായില്ലേ? അറിയുന്ന പലരും മരിച്ചിട്ട് പതിറ്റാണ്ടുകളായില്ലേ? വലിയ വലിയ തിരക്കുകളുള്ളവരായിരുന്നില്ലേ? വലിയ സ്ഥാനങ്ങളുള്ളവരായിരുന്നില്ലേ? നല്ല സുന്ദരമായ ബെഡിലും വീടിലും കിടന്നവരായിരുന്നില്ലേ? ആയിരങ്ങളും പതിനായിരങ്ങളും വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ അണിഞ്ഞവരായിരുന്നില്ലേ? സൗകര്യപ്രദമായ വീടുകളിൽ കിടന്നുറങ്ങിയവരായിരുന്നില്ലേ? അവര് നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നില്ലേ? ഇന്നവരെ നിങ്ങൾ പോയി നോക്ക്, നിങ്ങളെ പള്ളിക്കാട്ടിൽ ചെന്ന് നോക്ക്. എല്ലാവരും എന്തൊരച്ചടക്കമാ! എല്ലാവരും ഒരേ വീടുകളിലാ, ഒരേ ഡ്രസ്സുകളിലാ, ഒരേ രൂപത്തിലാ. മുതലാളി എന്നോ തൊഴിലാളി എന്നോ പാവപ്പെട്ടവനെന്നോ സമ്പന്നനെന്നോ അഭ്യസ്ത വിദ്യനെന്നോ അല്ലാത്തവനെന്നോ നാട് ഭരിച്ചവനെന്നോ വിറപ്പിച്ചവനെന്നോ പോക്കിരിയെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ മീസാൻ കല്ലുകൾക്ക് താഴെ രണ്ട് കൈയും മലർത്തിയിട്ട് നിസ്സഹായനായിട്ട് കിടക്കുകയല്ലേ? അവരൊക്കെ ഒരു പിടി മണ്ണായി തീർന്നിരിക്കുകയല്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കൊലകൊമ്പനായിരുന്നുവെങ്കിലും നാട് വിറപ്പിച്ചവനായിരുന്നെങ്കിലും വിരൽ തുമ്പ് കൊണ്ട് പലരെയും നിയന്ത്രിച്ചവരായിരുന്നെങ്കിലും ഇന്നവർ കിടക്കുന്ന കിടത്തം ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാ അല്ലാ, അവരെ കൊണ്ടുപോയി മറവ് ചെയ്ത് മേൽഭാഗത്ത് കല്ലുകൾ വെച്ച് ജനങ്ങളൊക്കെ പിരിഞ്ഞു വന്നതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നീയോ ഞാനോ ആ മരിച്ചവരെ കുടുംബക്കാരും ഉറ്റവരും ഉടയവരും മക്കളും എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോന്നാൽ ആ കബറിന്റെ മുൻവശത്തുള്ള ഭിത്തി കുത്തി തുരന്നിട്ട് റഹ്മാനെന്ന മലക്ക് വന്നിട്ട് അവന്റെ ആത്മാവിനൊരു കണക്ഷൻ കൊടുത്തിട്ട് അവന്റെ നെഞ്ഞിന്റെ മേലെ ഹയാത്തിട്ട് കൊടുത്തിട്ട് കണ്ണുകൾ തുറന്ന് അവന്റെ ചുണ്ടുകൾ ചലിച്ച് അവന്റെ കൈകൾ അനങ്ങാൻ തുടങ്ങി. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ചലനമില്ല, ഹയാത്തില്ല. അതേ സമയത്ത് ചുണ്ടുകൾക്ക് ചലനമുണ്ട്, വിരലുകൾക്ക് ചലനമുണ്ട്, കണ്ണുകൾക്ക് ചലനമുണ്ട്, ശരിക്കും ബോധമുണ്ട്. ഐസിയുവിൽ കിടന്ന് മരിച്ചവനാവാ, വണ്ടിയിൽ കിടന്ന് മരിച്ചവനാവാ, റിമോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ടിവിയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചവനാവാ, ടെറഫിൽ കടിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചവനാവാ, കുഴഞ്ഞു വീണ് മരിച്ചവനാവാ, ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ മരിച്ചവനാവാ, പിന്നെ കണ്ണു തുറക്കുമ്പോ കബറിലാ.
അപ്പുറം ഇപ്പുറം ചെരിയാൻ കഴിയാത്ത നല്ല ഭിത്തികളാ. തേച്ച് മിനുക്കിയിട്ടില്ല, ടൈലൊട്ടിച്ചിട്ടില്ല, പെയിന്റ് അടിച്ചിട്ടില്ല, വിരിപ്പില്ല, ലൈറ്റുകളില്ല, ഫാനുകളില്ല, താഴ്ഭാഗത്തൊന്നുമില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന മലക്ക് കത്തിത്തിളങ്ങുന്ന കണ്ണുകളുമായി നിന്റെ ഛായാശരീരത്തിൽ ഹയാത്തിട്ട് റൂഹിട്ട് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ഞെരുക്കത്തിന്റെ വീടാ, ഇത് ഇടുക്കത്തിന്റെ വീടാ, ഇത് സുഖലോലുപതയുടെ വീടല്ല, ആർഭാടത്തിന്റെ വീടല്ല, നിനക്ക് തിരിയാനും അറിയാനും പറ്റുന്ന വീടല്ല. ഇവിടെ ഇടക്കിടക്ക് നിന്നെ വന്ന് സന്ദർശിക്കുന്നത് നിന്റെ കൂട്ടുകാരല്ല, ബന്ധുക്കളല്ല, സ്നേഹിതന്മാരല്ല. ഇവിടെ നിന്റെ സന്ദർശകരായി വരുന്നത് റബ്ബിന്റെ മലക്കുകളാ. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് ഭാര്യയല്ല, നിന്റെ മക്കളല്ല, സന്തോഷിപ്പിക്കുന്നവരല്ല, 1.5 മുഴമുള്ള പുഴുക്കളാ. ആ പുഴുക്കൾ നിന്റെ കണ്ണിൽ കയറിയിട്ട് നിന്റെ കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ട് ആ പുഴുക്കൾ മൂക്കിലൂടെ പുറത്ത് വന്നിട്ട് നിന്റെ കവിളുകൾ കടിച്ചു തിന്നിട്ട് നിന്റെ പല്ല് മൊത്തം പുറത്തേക്ക് വെളിവായിട്ട് ഭീകരമായ രംഗമായി മാറിയിരിക്കുകയാ. 2-3 ദിവസം കഴിയുമ്പോ നിന്റെ വയറ് വീർത്ത് പൊട്ടിയിരിക്കുകയാ, നിന്റെ കുടല് മുഴുവൻ പുറത്ത് തള്ളിയിരിക്കുകയാ. പുഴുക്കൾക്ക് വല്ലാത്ത സന്തോഷമാ, അവര് മത്സരത്തിലാ. നിന്നെ തിന്നുന്നതില്, നിന്നെ കാരുന്നതില്, നിന്റെ കൂട്ടുകിടക്കുന്നതില് അവര് വല്ലാത്ത മത്സരത്തിലാ. നിന്റെ എല്ലുകൾ ചെതലരിക്കുകയാ. അങ്ങനെ 10-20 കൊല്ലമാകുമ്പോഴേക്ക് നീ ഒറിജിനൽ മണ്ണായി തീരുകയാ. നിനക്ക് വല്ലാത്ത അവസ്ഥയാ. ഈ രൂപത്തിലാ നിനക്ക് ഇനി വരാൻ പോകുന്നത്. താമസിയാതെ നിന്റെ ജീവിതത്തെ കുറിച്ച് ചോദിക്കാൻ, നിന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കാൻ, നിന്റെ റബ്ബിനെ പറ്റി ചോദിക്കാൻ. അല്ലാ അല്ലാ, ആഖിർ സമാനിലെ മക്കളെ, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ കമന്റ് വേണ്ട, അഭിപ്രായം വേണ്ട, സർട്ടിഫിക്കറ്റും വേണ്ട. അല്ലാഹുവിന്റെ മലക്ക് റഹ്മാൻ പറയുന്നു, നിന്നെ ചോദ്യം ചെയ്യാൻ 2 ഫത്താനുകൾ വരുന്നുണ്ട്, മുൻകർ നക്കീർ വരുന്നുണ്ട്. നിന്റെ റബ്ബിനെ പറ്റി ചോദിക്കുന്നതാ, നിന്റെ നബിയെ പറ്റി ചോദിക്കുന്നതാ, ആദർശം ചോദിക്കുന്നതാ. നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിനക്ക് ബോധമുണ്ടായിട്ടുണ്ടോ? അല്ലാ അല്ലാ, ഇതെല്ലാം കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞ് ഒറിജിനൽ മണ്ണായി തീർന്നാൽ ഇപ്പോൾ നിന്റെ ശരീരത്തിന് വേദനിക്കുന്നത് നീ അല്ലാതെ മറ്റാരും അറിയില്ലല്ലോ. ഒരാൾക്ക് വേദനയുള്ളത്, തലവേദനയുള്ളത്, വയറുവേദനയുള്ളത്, കാലുവേദനയുള്ളത്, വേദന കൊണ്ട് പുളയുന്നത് മറ്റുള്ളവർക്കറിയാൻ പറ്റുമോ? ഡോക്ടർക്കറിയാൻ പറ്റുമോ? ചികിത്സിക്കുന്നവർക്കറിയാൻ പറ്റുമോ? ഒരാൾക്കും അറിയില്ല. എന്നാൽ നാളെ നീ മണ്ണായി തീർന്നാലും നീ വേദനിക്കുന്നത്, നീ പൊറുതിമുട്ടുന്നത്, നീ സഹിക്കുന്നത് മറ്റുള്ളവർക്കറിയില്ല, കാണാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. റസൂലുള്ളാഹ് ചില ആളുകൾ പറയും കബറിലെത്തിയെന്ന പിന്നെ നമ്മൾ അറിയണ്ട. ഇപ്പൊ വേദന ഉള്ള ഒരാൾക്ക് ഭയങ്കരമായ വേദന കണ്ടിക്കണോന്നറിയോ? വേദന ഉണ്ട്. കബറിലെത്തി മരിച്ചിട്ട് അറിയാത്ത പോട്ടെ, എനിക്കിപ്പോ ഇവിടെ ഭയങ്കര വേദന ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അറിയാ? എനിക്കറിയുന്നല്ലോ.
ഒരു മനുഷ്യൻ വേദനിക്കുന്നതും ആ മനുഷ്യന് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കടച്ചിൽ അനുഭവപ്പെടുന്നതും ചൂടനുഭവപ്പെടുന്നതും പ്രയാസം അനുഭവപ്പെടുന്നതും കണ്ടു നിൽക്കുന്നവർക്കറിയോ? അയാള് കാട്ടുന്ന കോപ്രാട്ടി അറിയുന്നല്ലാതെ ഡോക്ടർക്ക് അറിയോ? അങ്ങനെയാണ് ചെറിയ കുട്ടികൾ പെരുന്നാളോട് വിളിച്ചത്. കുട്ടികൾ ഡോക്ടർ ഉണ്ടായതാ, എന്താ ഡോക്ടർ പറയാ? എന്താ ചെവിവേദന ഉണ്ടോന്ന് അറിയില്ല, വയറുവേദന ഉണ്ടോന്ന് അറിയില്ല. എന്നിട്ട് ഡോക്ടർ സൽക്കാരം ഈ കുട്ടി ഒന്ന് ശാന്തമായി ഉറങ്ങാനുള്ള അല്ലാണ്ട് അറിയില്ല. അപ്പൊ ആളുകൾ വിചാരിച്ചു ഖബറിൽ കിട്ടുന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ശിക്ഷ ഉണ്ടായ ബാക്കിയുള്ളവർക്ക് അറിയണ്ടേ? ഖബറിലല്ല, പായി കിടക്കണ മനുഷ്യനെ അനുസരിച്ചിട്ടും ആരും അറിയില്ല. അവനനുഭവിക്കും, ആ അനുഭവിക്കുന്നത് അവനറിയും. അവൻ പറഞ്ഞെങ്കിൽ മറ്റുള്ളവർക്കും അറിയും. ഇപ്പൊ ഷുഗറുള്ള, എന്നെ പോലത്തെ ഷുഗറുള്ള ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞാല് കാലിങ്ങനെ ഭയങ്കരമായ വേദന ഉണ്ടാവും. കാണുന്നവർക്ക് എന്താ അറിയോ? ഇയാളെ കാല് വേദന. എന്നാൽ ഇപ്പോൾ ഈ ശരീരത്തിന് ഈ രൂപമാണ്. എനിക്ക് അവരിലെത്തിയ നേരെ ആ ശരീരം തന്നെ മണ്ണിന്റെ രൂപമാണ്. രൂപേ മാറുന്നുള്ളൂ, മണ്ണ് മാറി, ആള് മാറിയിട്ടില്ല. ആള് മാറി. ഒരു മനുഷ്യൻ മണ്ണാകുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തെ എടുത്തോണ്ട് പോയിട്ട് വേറെ മണ്ണ് അവിടെ കൊണ്ടുവന്നിടുക അല്ല, ആ ശരീരം തന്നെ മണ്ണായി. അങ്ങനെയല്ലേ? ആ ശരീരല്ലാതെ വേറെ മണ്ണ് ആ ശരീരം കാലടുന്ന് എടുത്തോണ്ട് പോയിട്ട് മണ്ണട കൊണ്ടുവന്നിട്ടതാ അല്ല. നേരത്തെ കാലിന്റെ രൂപം, ഇപ്പത് മണ്ണിന്റെ രൂപം. നേരത്തെ ഒരു മനുഷ്യന്റെ രൂപം, ഇപ്പോൾ അതൊരു മനുഷ്യന്റെ പോലെ മണ്ണായി മാറി. നേരത്തെയും വേദന അറിയില്ല മറ്റുള്ളവർക്ക്, പുറത്തുള്ളവർക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്താ ഇത് മനസ്സിലാത്ത? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന വിശ്വാസം ആ രൂപത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? നോമ്പെടുക്കുന്നത് എന്തിനാ? വിശ്വാസമല്ലേ ക്ലിയർ ആവേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ ഖിയാമത്ത് നാൾ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതുമ്പോൾ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ടത് മുതൽ മരിക്കുന്നത് വരെ എന്തെല്ലാം അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു, അത് മുഴുവനും പടച്ച റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അത് വേറെ പടക്കുകയല്ല, നേരത്തെ ഉള്ളത് മുഴുവനും അല്ലാഹ് സംഘടിപ്പിക്കുകയാണ്. മാർക്കം ചെയ്യുന്ന സമയത്ത് തന്റെ ലിംഗത്തിന്റെ അഗ്രം മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊലിയെപ്പോലും അല്ലാഹു തിരിച്ചു കൊണ്ടുവരികയാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഞാൻ ഉദാഹരണം പറയാം. ഇന്നലെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ മഹല്ലത്തിലെ ഒരു കശാപ്പുശാലയിലെ ഒരു 5 കിൻഡൽ തൂക്കമുള്ള ഒരു പോത്തിനെ കശാപ്പു ചെയ്തു എന്ന് സങ്കൽപ്പിക്കുക. മൊത്തം 5 കിൻഡൽ തൂക്കമുള്ള ഒരു പോത്ത്. ആ പോത്തിനെ, ഇവിടെ പോത്ത് എന്നല്ലേ പറയുക, ആ പോത്തിനെ കശാപ്പ് ചെയ്താൽ എന്തു ചെയ്യും? അതിന്റെ രക്തം ഒരു കുഴിയിൽ നമ്മൾ കുഴിച്ചു മൂടും. അതിനുശേഷം ജീവ് പോയാൽ ആ പോത്തിനെ തോല് പൊളിക്കും. തോല് പൊളിച്ചിട്ടോ മാംസങ്ങളും എല്ലുകളും വേറെയാക്കും. എല്ലുകളോ ഏതെങ്കിലും എൽക്കുഴിയിൽ കൊണ്ടുപോയി നമ്മൾ നിറക്കും. ആ എൽക്കുഴികൾ നിറയുമ്പോൾ അത് ലോഡ് കയറ്റി അങ്ങ് രാജസ്ഥാനിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള വലിയ ഫാക്ടറികളിലേക്ക് ആ എല്ലുകൾ കൊണ്ടുപോകും. ആ എല്ലുകളോ പലതും പലതിനും ചേർക്കപ്പെടുന്നുണ്ട് പോലും. അവസാനം ആ എല്ലിന്റെ വേസ്റ്റ് പൊടികള് വളമയായി നമ്മുടെയും മറ്റു സ്ഥലങ്ങളിലുമുള്ള കൃഷികളിൽ, തെങ്ങിൻ തോപ്പുകളിൽ
പല കൃഷികൾക്കും ആ എൽപ്പൊടി കൊണ്ടുപോയി വളമയായി ചേർക്കുന്നു. അതിന്റെ തോലോ അങ്ങ് ഏതെങ്കിലും സംസ്ഥാനത്തുള്ള ഫാക്ടറിയിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് അത് പല ഉപകരണങ്ങളായിട്ട് മാറ്റുന്നു, ചെരുപ്പുണ്ടാക്കുന്നു. പലതും ആ തോല് കൊണ്ടുണ്ടാക്കുന്നു. പലതിനു വേണ്ടിയും ആ തോല് ഉപയോഗിക്കുന്നു. അതിന്റെ കിൻഡൽ കണക്കിന് മാംസങ്ങള് ഈ പരിസരത്തുള്ള ആളുകൾ 1-2 കിലോ വീതം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പലരും അത് കഴിക്കുന്നു. അങ്ങ് മലപ്പുറത്ത് നിന്ന് വന്ന മുസ്ലിയാര് അയാൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴും ആ മാംസം കൊടുത്തിരിക്കുന്നു. അന്നത്തെ ദിവസം ഇവിടെ നിന്ന് ഒരാൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നന്നായി വറുത്ത് ആ മാംസം ഗൾഫിലേക്ക് കൊടുത്തയക്കുന്നു. ഒറീസക്കാരൻ കഴിക്കുന്നു, അന്യ സംസ്ഥാനക്കാരൻ കഴിക്കുന്നു. ഗൾഫിൽ ചെന്നാലോ അമേരിക്കൻ കമ്പനിയുടെ ബോസ് ആ ബോസിന് സൽക്കാരമെന്നോണം ഇവിടെ അറുത്തുകൊണ്ടുപോയ ആ മാംസം കൊടുക്കുന്നു. ഇനി നീ ചിന്തിക്കുക, ആ പോത്ത് കഴിഞ്ഞ ഇന്നലെ വെള്ളിയാഴ്ച അറുത്ത ആ പോത്തിന്റെ ഓരോ ഭാഗങ്ങൾ എവിടെയൊക്കെ എത്തി, തോലെവിടെ എത്തി, എല്ലെവിടെ എത്തി, അതിന്റെ മാംസം എവിടെ എത്തി, ഓരോ വസ്തുക്കളും എവിടെയെല്ലാം എത്തി എന്ന് നീ ചിന്തിച്ചു നോക്ക്. എന്നാൽ നിനക്കറിയുമോ, ഇസ്രാഫീൽ എന്ന മലക്ക് ഈ സൂറന്ന കാഹളത്തിൽ അനൗൺസ്മെന്റ് ചെയ്താൽ ഇതെല്ലാം റബ്ബങ്ങ് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇന്നലെ നിന്റെ നാട്ടില് കശാപ്പുശാലയിൽ വെച്ച് അറുത്ത അതേ പോത്തിനെ ഒരുമിച്ച് കൂട്ടുന്നതാ. വേറെ ഒരു പോത്തിനെ പടക്കുകയല്ല, അറുത്ത പോത്തിന്റെ വണ്ണവും വലിപ്പവും രൂപവും ഭാവവുമുള്ള മറ്റൊരു പോത്തിനെ പടക്കുകയല്ല, അതിന്റെ അവശിഷ്ടങ്ങൾ തന്നെ അല്ലാഹ് ഒരുമിച്ച് കൂട്ടുകയാ. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്, ഇതാണ് മുത്തുനബി പഠിപ്പിച്ചത്, ഇതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അഇദാ മിത്നാ വകുന്നാ തുറാബൻ അഇന്നാ ലമബ്ഊസൂൻ. നമ്മൾ മരിച്ചാൽ മണ്ണായി തീർന്നാൽ വീണ്ടും നമ്മളെ ഒരുമിച്ച് കൂട്ടുമോ? ഇതാണ് അബൂജഹലിന് വിശ്വസിക്കാൻ കഴിയാതെ വന്നത്, ഇതാണ് അസ്ബിന് വാഇലിന് വിശ്വസിക്കാൻ കഴിയാതെ വന്നത്, ഇതാണ് ഉത്ബത്തിനും ശൈബത്തിനും വിശ്വസിക്കാൻ കഴിയാതെ വന്നത്. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് മുത്തുനബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചത്, കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചത്, ഹബീബിനെ അട്ടിയോടിച്ചത്. ഇന്നകല മജ്നൂൻ, ഇത് പറയുന്ന മുഹമ്മദേ നിനക്ക് തലക്കുവട്ടോ. ഇതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ യാസീൻ സൂറത്തിൽ അറിയില്ലേ, ആസുബിന് വായില് ഒരു ഒട്ടകത്തിന്റെ വളഞ്ഞ എല്ല് കൊണ്ടുവന്ന് മുത്തുനബിനോട് ചോദിച്ചു, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. നുരുമ്പിയെ എല്ല് കാണിച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദേ ഈ എല്ലുണ്ടായിരുന്ന ഒട്ടകത്തെ ആരാണ് തിരിച്ചു കൊണ്ടുവരിക? ആരാണ് ഇതിന് ജീവൻ കൊടുക്കുക? ആരാണ് വീണ്ടും ഒട്ടകമായി ഹയാത്താക്കുക? അല്ലാഹ് പറഞ്ഞു, ഖുൽ, പറഞ്ഞു കൊടുക്കു നബിയേ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. എങ്ങനെ
നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ബീജത്തിന്റെ കെണികയിൽ നിന്ന് ഇത് മുഴുവനും പടച്ചവനാരാ? 248 എല്ലിൻ പീസുകൾ പടച്ചവനാരാ? ഹാർട്ട് പടച്ചവനാരാ? ഒരു കലം പോലത്തെ തലത്തൊട്ടി പടച്ചവനാരാ? ചങ്ങല പോലെയുള്ള നട്ടെല്ല് പടച്ചവനാരാ? എല്ലിനകത്ത് മജ്ജ പടച്ചവനാരാ? കയ്യിലും കാലിലും ആ ബീജത്തിന്റെ കെണികയിൽ നിന്ന് ഈ നഖം പടച്ചതാരാ? രോമം പടച്ചതാരാ? രക്തം പടച്ചതാരാ? കിഡ്നി പടച്ചതാരാ? ഈ ഭൂമിയെ 10 തവണ ചുറ്റാൻ മാത്രം വലിപ്പമുള്ള ശിരാവ്യൂഹങ്ങളെ പടച്ചതാരാ? അവനാണ് രണ്ടാമതും ഹയാത്താക്കുക നബിയേ. പറഞ്ഞു കൊടുക്കൂ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് മുസ്ലിമീങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസം. ഇത് നമ്മളിങ്ങനെ കേട്ടുകണ്, മരിച്ചാ പിന്നെ ഹയാത്താകുമല്ലോ, പിന്നെ ഉയർത്തെഴുന്നേൽക്കുമല്ലോ, പിന്നെ ചോദ്യം ഉണ്ടാവുമല്ലോ, പിന്നെ സ്വർഗണ്ടോലോ നരകണ്ടോലോ. അങ്ങനെ പറഞ്ഞ പോരാ. എന്താണ് മുസ്ലിമിന്റെ വിശ്വാസം? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും. അന്ന് സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ എല്ലാവരും ഭൂമിക്ക് പുറത്തു വന്നാൽ, ഈ കുരുമുളക്കും പോലെ മുളച്ചു വന്നാൽ അവനവന്റെ ഖബറിന്റെ അരികില് ഓരോരുത്തരും 1000 കൊല്ലം ഇരിക്കുന്നതാണ്. 1000 കൊല്ലം അവനവന്റെ ഖബറിന്റെ പുറത്തിരിക്കും. ആരും ആരോടും മിണ്ടുകയില്ല, ആരോടും സംസാരിക്കുകയില്ല. ഇനി എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുകയാ. ഇത് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല, പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിച്ചു പോയി. ഇത് യാഥാർത്ഥ്യമായി പോയി. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാണ് ഞങ്ങളെ ഉറങ്ങിക്കിടക്കുന്നതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? അതേ, ഹദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. റഹ്മാനായ റബ്ബ് പറഞ്ഞ വാഗ്ദത്തം പുലർന്നു പോയി. പ്രവാചകന്മാര് സത്യം പറഞ്ഞു, ബോധ്യപ്പെട്ടു. ഇത് സംഭവിച്ച സ്ഥിതിക്ക് ഇനി മഹ്ശറുണ്ടാകുമെന്നുറപ്പ്, ഇനി വിചാരണ നടക്കുമെന്നുറപ്പ്, ഇനി സ്വർഗം നരകമുണ്ടെന്നുറപ്പ്, സിറാത്ത് പാലമുണ്ടാകുമെന്നുറപ്പ്, ഇനി ബാക്കിയുള്ളത് മുഴുവനും ഉറപ്പാണ്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഓരോരുത്തരും അവനവന്റെ ഖബറിൽ, ആ ഖബറിന്റെ പുറത്ത് 1000 കൊല്ലം ഇരിക്കുന്നതാ. 1000 കൊല്ലം കഴിഞ്ഞാൽ പടിഞ്ഞാറു ഭാഗത്ത് നിന്ന് അതിഭയങ്കരമായ ഒരു തീ പൊങ്ങുന്നു. ഒരൊറ്റ സൈറൻ മുഴങ്ങുന്നു. ആ സൈറൻ മുഴങ്ങുമ്പോൾ ആളുകളൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റ് ആ തീയിനെ ഫോളോ ചെയ്ത് ഓടുകയാ. എങ്ങോട്ടാണ് ഓടുന്നത് മക്കളെ? സാഹിറ എന്ന ഭൂമിയിലേക്കാ. അതെവിടെയാ? അത് പലസ്തീനിലാ. അവിടത്തേക്ക് ഓടുകയാ.
പലരുടെയും തല മാറിയിട്ടുണ്ട്, രൂപം മാറിയിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരറിയണം, അതേ വലത്തെ താഴെ ചുണ്ട് വികസിച്ചിട്ട് പൊക്കിള് വരെ തൂങ്ങിയവരുണ്ട്, മേലെ ചുണ്ട് വിശാലമായിട്ട് മൂർധാവ് വരെ വളഞ്ഞു നിൽക്കുന്നവരുണ്ട്, അതേ വയറ് വീർത്ത് പൊട്ടിയവരുണ്ട്, കൊടല് മുഴുവൻ പുറത്ത് ചാടിയവരുണ്ട്, തല മുഴുവനും അതേ തലകുത്തിയിട്ട് കാലുയർത്തി നടക്കുന്നവരുണ്ട്. ഇതൊന്നും കെട്ടുകഥയല്ല, ഈ ഖുർആനിലുള്ളതാ, റബ്ബ് പറഞ്ഞതാ. സുബ്ഹാനല്ലാഹ് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ മനുഷ്യന്റെ ഇടത്തും വലത്തും പാറാവുകാരായി രണ്ട് മലക്കുകളുണ്ടല്ലോ, റഖീബുൻ അതീദ്. ഈ മലക്ക് എടും പിടിച്ച് കൂടെയുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ പറയുന്നു, വലഭാഗത്തുള്ള മലക്കിന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു ചങ്ങലയുണ്ട്, അത് നിന്റെ വായിൽ കൂടി കടത്തിയിട്ട് മലദ്വാരത്തിൽ കൂടി പുറത്തെടുത്തിട്ട് ഒരു മലക്ക് നിന്നെ വലിക്കുകയാ, മറ്റേ മലക്ക് നിന്നെ പിറകിൽ നിന്ന് തെളിക്കുകയാ. നിങ്ങളെ നാട്ടിൽ ആലിമീങ്ങളില്ലേ, ഉസ്താദുമാരില്ലേ, ചോദിക്കൂ സൂറത്തു കാഫില് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. തെളിക്കുന്ന മലക്കുണ്ട്, വലിക്കുന്ന മലക്കുണ്ട്, ഓരോ ശരീരത്തിന്റെ കൂടെയുമുണ്ട്. അങ്ങനെ സാഹിറ എന്ന ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 120 വരികളിലായി ജനകോടികളെ റബ്ബ് നിർത്തുന്നുണ്ട്. ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു 120 വരികളിലായി ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. 120 വരികളിൽ നിന്ന് 3 വരികൾ സ്വർഗത്തിലാ, 117 വരികളും നരകത്തിലാ. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം വരികളാ. അവനവൻ ഇഷ്ടപ്പെടുന്ന വരിയിൽ പോയി നിൽക്കാൻ പറ്റൂല. അതേ യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വല്ലഖ്ദാം. അന്ന് യൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. മദ്യപാനികളോട് മദ്യപിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. MDI കഴിച്ചവരോട് അത് ഉപയോഗിച്ചിരുന്നോ ചോദിക്കേണ്ടി വരൂല. കള്ളതേ വ്യഭിചരിച്ചവനോട് വ്യഭിചരിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരില്ല. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വഞ്ചന നടത്തിയവനോട് വഞ്ചിച്ചിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരൂല. ഓരോരുത്തർക്കും പ്രത്യേകം അടയാളങ്ങളുണ്ട്. വ്യഭിചാരികളെ തിരിച്ചറിയാൻ, മദ്യപാന്മാരെ തിരിച്ചറിയാൻ, കഞ്ചാവടിച്ചവരെ തിരിച്ചറിയാൻ, ലഹരിക്കടിമപ്പെട്ടവരെ തിരിച്ചറിയാൻ, നിസ്കരിക്കാത്തവരെ തിരിച്ചറിയാൻ, സക്കാത്ത് കൊടുക്കാത്തവരെ തിരിച്ചറിയാൻ, ഓരോ തിന്മകൾ ചെയ്തവരെയും തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ
കാലങ്ങൾ നോക്കിയിട്ട് മലക്കുകൾ തിരിച്ചറിയുന്നുണ്ട്. മലക്കുകൾ അവരെ പിടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലീസുകാർ കുറ്റവാളികളെ പിടിക്കുമ്പോൾ നാവിക്ക് പിടിച്ച് പുറത്ത് ചവിട്ടിയിട്ട് ജീപ്പിൽ കേറ്റുകയല്ല, ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് വലിക്കുകയല്ല. മറിച്ച് അല്ലാഹു പച്ചയായി ഖുർആനിൽ പറയുന്ന മലക്കുകള് നിന്നെ പിടിക്കുന്ന കുറ്റവാളികളെ പിടിക്കുന്നത് അവരെ കുടുമയും പാദങ്കാലും വളച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിക്കുകയാ. പിടിച്ചിട്ട് അവരെ വഴി അതാ സഫിൽ നിർത്തുകയാ. 117 സഫും നരകത്തിലാ. അല്ല കാക്കട്ടെ, അല്ല രക്ഷപ്പെടുത്തട്ടെ. വ്യഭിചാരികളായ സ്ത്രീകളും പുരുഷന്മാരും അവരെ സർവദ്വാരങ്ങളിൽ നിന്നും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ജലങ്ങൾ ഒഴുകുന്നതാ. മൈശറയിലുള്ള കോടിക്കണക്കിനാളുകള് അവരെ പഴിക്കുന്നതാ. വല്ലാത്ത നാറ്റമെന്ന് പറയുന്നതാ. സുബ്ഹാനല്ലാഹ്. മദ്യപാന്മാർ ആ ജലങ്ങൾ മുഴുവനും കുടിക്കുന്നതാ. പാനപാത്രം കയ്യിൽ പിടിച്ചിട്ട് അവര് കുടിക്കുന്നതാ. ഇതൊക്കെ മൈശറയിൽ വരാനുള്ളതാ. അന്നത്തെ ദിവസം ഹബീബായ തങ്ങള് പറഞ്ഞിട്ടുണ്ട്, കുല്ലു അസബിൻ വനസബിൻ, എല്ലാ രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അന്ന് മുറിഞ്ഞു പോകും. ആരും ആരോടും ബന്ധമുണ്ടാവില്ല. ഉപ്പയും മക്കളും ബന്ധമുണ്ടാവില്ല. ആങ്ങളെയും പെങ്ങളും ബന്ധമുണ്ടാവില്ല. ഭാര്യയും ഭർത്താവും ബന്ധമുണ്ടാവില്ല. എല്ലാ രക്തബന്ധങ്ങളും കെട്ടുബന്ധങ്ങളും മുറിയുന്ന ദിവസം ഇല്ലാ ഹസബി വനസബി, എന്റെ കെട്ടുബന്ധവും എന്റെ കുടുംബ ബന്ധവും അന്ന് മുറിയൂല എന്ന് തങ്ങള് പറഞ്ഞിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഉമറിന് അന്ന് മുത്തുനബിയുമായി ഒരു കെട്ടുബന്ധമുണ്ടാവാൻ, അവിടുത്തെ മരുമകനാവാൻ. അതിനാണ് അലിയേ ഉമ്മു കുൽസൂമിനെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചത്. അലിയേ, മഹദിയായ ഫാത്തിമ ബീവിയുടെ ഏറ്റവും ചെറിയ മകളാകുന്ന ഉമ്മു കുൽസൂമിനെ അലിയാരി ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. നബി കുടുംബവുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായാൽ, കെട്ടുബന്ധമുണ്ടായാൽ ആ ബന്ധം അത് മുറിയൂല, അത് നഷ്ടപ്പെടൂല, അത് വെറുതെയാകൂല എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ പ്രസംഗം നിർത്തി. അർഹമുർ റഹീമീനായ റബ്ബ് ഇതുകൊണ്ട് എല്ലാ സാദാത്തുക്കളെയും എല്ലാ മുത്തുനബിന്റെ മക്കളെയും സ്നേഹിക്കാനും ആദരിക്കാനും അവരോടൊന്നിച്ച് ബന്ധം സ്ഥാപിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഈ മജ്ലിസ് ഉൾപ്പെടുത്തി തരട്ടെ.